ആലോചിക്ക്, കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ക്യാരി ചെയ്യുന്നത് സ്ത്രീകളാണ്. ഇവനിത് അയക്കും ഡിലീറ്റ് ചെയ്യും കണ്ടോ കണ്ടില്ലേ, ലാസ്റ്റ് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത് പൊക്കിയിട്ടാ. ഇതിനെല്ലാം വേണ്ടി സഞ്ചരിച്ചവർക്ക് എല്ലാവർക്കും ഇപ്പം ഉരുൾപൊട്ടലിൻ്റെ എല്ലാം ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പെറ്റി വന്നേക്കാണ് വീട്ടിലേക്ക്. ഇത് ശരിക്കും അവർക്കല്ല, പോലീസുകാർക്കും റിസ്ക്കാണ്, ഈ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലുന്നവർക്കും റിസ്ക്കാണ്. ഈ ഒന്നും അറിയാതെ ഈ കാണിക്കുന്നവർ മാത്രമാണ് ഒരു റിസ്ക്കും ഇല്ലാത്തത്. കുറവാ. എനിക്ക് പോലീസുകാർക്ക് എന്തോ പെൺകുട്ടികളോടൊരു, പോലീസുകാർക്കൊന്നും മാത്രമല്ല, പൊതുവേ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പാമ്പറിങ് കെയർ ആണ് പെൺകുട്ടികൾക്ക്. പക്ഷെ അത് മുതലെടുക്കുന്ന പെൺകുട്ടികളെ കൂടുതലും. ഇപ്പോൾ നമ്മൾ ആൺകുട്ടികളെ എവിടെയും നിർത്തി ഊതിക്കുന്ന സമയത്ത് ഏതെങ്കിലും പെൺകൊച്ച് പോയി കഴിഞ്ഞാൽ പൊക്കോളം പറയും, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലും പൊക്കോളം പറയും. ഇപ്പൊ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമല്ലോ? ഒരുപാട് അനുഭവമുണ്ട്. നമ്മളൊന്നും കയ്യേ കാണിക്കാറില്ല. എനിക്ക് ആകെ ഒറ്റത്തവണയെ പെറ്റി കിട്ടിയിട്ടുള്ളൂ. അത് വിഷുവിൻ്റെ തലേന്ന് അത്രയും ബ്ലോക്കിൽ കിടന്നുകൊണ്ട് മാത്രം കിട്ടിയ പെറ്റിയ. അതല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്യൂല. പെണ്ണുങ്ങളെ മൈൻഡേ ചെയ്യാറില്ല. അതിന് ലൈസൻസ് ഇല്ലെങ്കിൽ പോലും. ആണുങ്ങളാണെങ്കിൽ സകല പേപ്പേഴ്സും ചോദിച്ച് പിടിച്ചു നിർത്തിയിട്ട്, നമ്മുടെ ആണെങ്കിൽ എല്ലാ സാധനവും ഇവര് നോക്കി തപ്പി കണ്ടുപിടിച്ച് ഊതിച്ച്, നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ടാവില്ല, എങ്കിൽ പോലും നിർത്തി സാധനമൊക്കെ ചെയ്യിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പൊ എന്നാലോചിക്ക്, കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ക്യാരി ചെയ്യുന്നത് സ്ത്രീകളാണ്. എന്തോരം സ്ത്രീകളെ കാണും, തപ്പൂല. എവിടെയെങ്കിലും അടിവസ്ത്രത്തിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞത് എങ്ങനെ കണ്ടുപിടിക്കാനാ? പ്രശ്നമില്ല. അപ്പൊ ഈ സാധനം ഉപയോഗിക്കാം. പിന്നെ പോലീസുകാർക്കും, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പോലീസുകാരില്ലേ വനിതാ പോലീസുകാരുണ്ടാവില്ല. അതെ, നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തെ പറ്റി അറിയാലോ. ഏതെങ്കിലും പെണ്ണിന് ആരോടെങ്കിലും ഒരു പകയോ വൈരാഗ്യോ എന്തെങ്കിലും ഇഷ്ടക്കുറവ് വന്നു കഴിഞ്ഞാൽ അവൾക്ക് നേരെ, ഇപ്പൊ പോലീസുകാർക്ക് എതിരെയാണെങ്കിലും ഈ പറയുന്ന പെൺകുട്ടികൾക്ക് നേരെ ഒരു പരാതി കൊടുക്കാം. എസ് പിക്കോ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇതേ എന്നെ ഇങ്ങനെ ജാതിപ്പേര് വിളിച്ചു, അല്ലെങ്കിൽ എന്നെ തെറി വിളിച്ചു, അല്ലെങ്കിൽ എന്നെ പബ്ലിക്കിൽ എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട പോലീസുകാരുടെ സസ്പെൻഷൻ മിനിമം കിട്ടും, മിനിമം. അല്ലെങ്കിൽ അടുത്ത ഇത് മറ്റേ വനിതാ കമ്മീഷനെ കേസ് കൊടുക്കാം. അപ്പൊ ഈ സാധനമൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പേടിയാ. പക്ഷെ ഈ പോലീസ് ചെക്കിങ്ങുകൾ കുറേയൊക്കെ ബുദ്ധിമുട്ടാകുന്നില്ലേ ജനങ്ങൾക്ക്? ഇപ്പൊ ഈ അടുത്ത് ഈ AI ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾ കേട്ടായിരുന്നു നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നത് എവിടെയാന്നാ? ഇപ്പൊ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലേ, ഈ ഉരുൾപൊട്ടലിന് വേണ്ടിയിട്ട് ആ ടൈമിൽ നമ്മൾ ട്രാഫിക് റൂൾസ് നോക്കോ, സ്പീഡ് നോക്കോ, ഹെൽമെറ്റ് നോക്കോ, ഇതിനെല്ലാം വേണ്ടി സഞ്ചരിച്ചവർക്ക് എല്ലാവർക്കും ഇപ്പം ഉരുൾപൊട്ടലിന്റെ എല്ലാം ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പെറ്റി വന്നേക്കാണ് വീട്ടിലേക്ക്. ആ ന്യൂസ് കണ്ടായിരുന്നു? പെറ്റി വന്നേക്കുന്നു. ഉരുൾപൊട്ടലിൽ അവര് സഹായിക്കാൻ വേണ്ടി പോയതല്ലേ, പക്ഷെ പെറ്റിയും അടയ്ക്കണം എന്ന്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ലേ ജനങ്ങൾക്ക്? ഞാൻ അതാ ചോദിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ലേറ്റ് നൈറ്റ് ഡ്രൈവ് ചെയ്ത് വരുമ്പോ പോലീസ് നിപ്പുണ്ട്. അപ്പൊ എന്റെ മുന്നിലുള്ള കാറിലുള്ള ആളെ ഊതിക്കുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ആളെ ഊതിക്കുന്നു. എന്നെ കണ്ടപ്പോ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഊതാലോ, എനിക്ക് ഭയങ്കര കൊതി, ഇത് എന്താന്ന് അറിയണല്ലോ. ഊതാന്ന് റെഡി ആയിട്ട് നിന്നപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പോയിക്കോളാൻ. പക്ഷെ ഈ ഊതുന്നതിലുണ്ടാവുന്ന ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തലേന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ചെക്കിങ്ങിന് ഊതിക്കുമ്പോഴും ബീപ്പടിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അല്ല, അതിന് ഏകദേശം ഒരു ആൽക്കഹോൾ ഒരു മീറ്റർ ഉണ്ട് അതിന്. ആ മീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ്. നോർമൽ ഇതിൽ അങ്ങനെ വരാറില്ല. ചിലപ്പോൾ പുള്ളി രാവിലെ അടിച്ചിട്ടായിരിക്കും അത് ആരാളെ. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ നിത്യജീവിതം, നമ്മുടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും ഇല്ലേ? ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടേ, പുള്ളി ആലുവയിൽ അടിച്ച് രണ്ടുപേരും പറ്റ ആലുവയിൽ സിനിമയ്ക്ക് പോയേക്കാം. അപ്പൊ ഇപ്പൊ നമ്മുടെ മെയിൻ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളുണ്ടാവില്ല എന്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ കൂട്ടത്തിലുള്ള ഒരാൾ ഞാനാ. നമ്മളെ വിളിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ പുള്ളി ഏജുള്ള ആളുകളാണ്. അപ്പോൾ ഇവര് മാതയിലാണെന്ന് തോന്നുന്നു, ആലുവ. അവിടെ സിനിമയ്ക്ക് പോയിട്ട് ഇവര് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രണ്ട് വഴിക്ക് പോയി. ഒരുത്തരാണെങ്കിൽ അടിച്ച് പറ്റ് കള്ളി മുണ്ടായിട്ട് നിൽക്കാം. അപ്പോൾ ഇവർ മറ്റവർ നോക്കി ഇങ്ങനെ നിൽക്കാം, എവിടെ ഒരു ഇടവഴിയോടെ കയറി. ഇവൻ കുറേ നേരം നിന്ന് ഇവന് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ അവിടെ കിടന്നൊരു വണ്ടിയോടെ പോയി കുറേ നേരം ചാരി നിൽപ്പിക്കും. കുറേ നേരം ചാരി ആളെ കാണാനില്ല. പിന്നെ ഇവൻ അവിടെ കയറി ഇരുന്ന് ആ ബോണറ്റിൽ കയറി ഇരുന്നു. പോലീസ് വണ്ടി എടുക്കായിരുന്നു ഇരുട്ടത്ത്. ഈ പോലീസ് വണ്ടി അവിടെ കിടന്നത്. ഇവർ ഈ പോലീസ് ഈ സാധനം നിയന്ത്രിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കുന്ന സമയത്താണ് ഇവൻ കണ്ടില്ല പോലീസ് വണ്ടിയാണ്. നേരെ പിടിച്ച് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനകത്ത് അടിച്ച് പറ്റല്ലേ, സ്റ്റേഷനകത്ത് കൊണ്ടിട്ട്, ഇപ്പോഴും തന്നെ കുറച്ച് വർഷം മുമ്പാണ് സ്റ്റേഷനകത്ത് കൊണ്ടിട്ടിട്ട് രാവിലെ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒറ്റ ഒരുത്തം കണ്ടിട്ട് ഞങ്ങളാരും കിടന്ന് ഉറങ്ങിയില്ലാന്ന്. ഇപ്പം ഭയങ്കര കൂർക്കമലയായിരുന്നു അവിടെ മേലിൽ നിന്നെ ഈ പരിസരത്ത് കാണുമെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ രസകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ? പോലീസുകാരിങ്ങനെ ചീത്ത പറയോ? പോലീസുകാര് നമ്മുടെ ഒരു റിലേറ്റീവ് ആയിരുന്നു കേട്ടോ, ഇതുപോലെ തന്നെ. അത് വണ്ടി ആയിരുന്നില്ല, വണ്ടി ഓടിക്കാനുള്ള അവധിയില്ലാത്തത് കൊണ്ട് ആള് വണ്ടി ഓടിക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോ നോക്കിയപ്പോൾ നേരെ റോട്ടിൽ കുഴി. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട്, അവിടെ നിന്ന് സമരം ചെയ്യാന്ന് വിചാരിച്ച് ചെയ്തു. ലാസ്റ്റ് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ വീട്ടിലേക്കൊക്കെ കോള് വന്നത്, എങ്ങനെയെങ്കിലും ഇതിനൊന്ന് കൊണ്ടുപോയി തരുമോ.
അങ്ങോട്ട് പൈസ തരാന്നുള്ള പോലെ. പോലീസുകാർ ഇത്തരത്തിലുള്ള കേസുകളൊന്നും എടുക്കൂല. നമ്മളിപ്പോ ഈ വഴിയിൽ എന്തെങ്കിലും ഒറ്റപ്പെടി ഇവർക്ക് തലവേദനയാ. ഈ പോലീസുകാർ നിങ്ങളെ കൊണ്ടുപോയിട്ട് എന്ത് കാണിക്കാനാ? ഇപ്പൊ നമ്മള് പറയുന്നത് എന്താണെന്നറിയോ, ഇത് ശരിക്കും അവർക്കല്ല, പോലീസുകാർക്കും റിസ്ക് ആണ്, ഈ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലുന്നവർക്കും റിസ്ക് ആണ്. ഈ ഒന്നും അറിയാതെ ഈ കാണിക്കുന്നവര് മാത്രമാണ് ഒരു റിസ്ക് ഇല്ലാത്തത്. നമ്മൾ ഈ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലുന്നവര് സൈൻ ചെയ്തിട്ട് പോരണം. കാരണം ഈ പോരുന്ന വഴിയിൽ ആ പുള്ളിക്ക് ഒരു അറ്റാക്ക് വന്നാൽ പോലും അത് പോലീസുകാരുടെ തലയിലിരിക്കും. പിന്നല്ലേ ഇപ്പം നമ്മൾക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചെല്ലുന്നതിനേക്കാളും അവിടെ ഒരു പരിചയക്കാരനുണ്ടെങ്കിൽ ചെന്ന കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. അങ്ങനെയാണത്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പോലീസുകാരനായിട്ട് പേഴ്സണലി പരിചയം ഉണ്ടെങ്കിൽ നമ്മൾ അവരിൽ കൂടെ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്. കാരണം ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തൊരു സമയത്ത് നമ്മളിപ്പോൾ ഡയറക്റ്റ് പറഞ്ഞ പോലെ ഒരു കേസോ അല്ലെങ്കിൽ കൊണ്ടു കൊടുത്താൽ അത്ര ആക്സെപ്റ്റബിൾ ആവില്ല. പക്ഷെ നമ്മൾ പരിചയമുള്ള ഒരു പോലീസുകാരൻ്റെ കൂടെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരാൾ എന്നെ ഉപദ്രവിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ നിന്നു എന്നുള്ളത്, അയാളെ കണ്ടുപിടിക്കാനും പൊക്കാനൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ നിന്നുള്ള ഫോണിൽ കൂടെ വിളിച്ച് ഉപദ്രവിക്കണം. അപ്പോൾ സാധാരണ പോലീസുകാർ പറയും അത് വിട്ടുകൾ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി കണ്ടുപിടിക്കാനൊക്കെ നമ്മുടെ കൂടെ നിന്നുള്ളതാണ്. പരിചയത്തിന്റെ പുറത്താണോന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ സഹായിക്കലുണ്ടോ പോലീസുകാർ? അല്ല, അവർക്ക് അതൊക്കെ പ്രശ്നമൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ എന്തോരം പരാതികൾ വരുന്നത്. ഈ പരാതികൾ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയെടുക്കാൻ തന്നെ ഇവർക്ക് സമയം എടുക്കും. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ സൈക്കോ ടൈപ്പ് ക്യാരക്ടറുള്ള ആൺകുട്ടികളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരുത്തൻ ഫോട്ടോ അയച്ചു കൊടുത്തേക്കാം. അതായത് അവൻ്റെ ലൈംഗിക അവയവം കാണിച്ചിട്ടുള്ള ഫോട്ടോ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഒരു ഹായ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഫോട്ടോ ഇതാ. ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികൾക്ക് വരുന്ന സാധനമായിട്ട് എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരു അനുഭവം. പണ്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മൾ സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫോണാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരില്ല. പക്ഷെ ഇവൻ നമ്മൾ അയക്കുന്നു, ഇവനിത് അയക്കും ഡിലീറ്റ് ചെയ്യും, അയക്കും ഡിലീറ്റ് ചെയ്യും. കണ്ടോ കണ്ടില്ലേ, ലാസ്റ്റ് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത് പൊക്കിയിട്ടാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞെന്ന് പറയുമോ, അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ആൺകുട്ടി നൂട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നെങ്കിൽ വലിയ കാര്യമായിട്ട് പോലീസുകാരെ ആദ്യം ഒന്ന് ആലോചിക്കും ഇത്. എന്നിട്ട് പറയും ഇത് സ്വാഭാവികമാണ്, ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം. ഇതിപ്പോൾ നമുക്കിപ്പോൾ നിങ്ങളങ്ങ് അൺബ്ലോക്ക് ചെയ്തേക്ക്. അപ്പോൾ ഇത് ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, ഇത് ഇങ്ങനെ ഒരു സാധനം കാണാത്ത കേൾക്കാത്ത പെൺകുട്ടികൾക്ക് ഇത് ഭയങ്കര ട്രോമയോ, പെട്ടെന്ന് അവർക്ക് അതിനൊരു വെറുപ്പും അവർ മൊത്തത്തിലൊരു വെറുപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ ട്രോമയാണ് ഇതിൻ്റെ ബേസിക് പ്രശ്നം. പിന്നെ മറ്റൊരു രണ്ട് നഗ്നത കാണേണ്ട ഒരു ആവശ്യം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കുറച്ച് അങ്ങോട്ടാണെങ്കിൽ പിന്നെ സ്വാഭാവികം. ഇത് കുറേ ജീവിതത്തിൽ കണ്ട് അവർക്ക് പ്രശ്നമില്ലല്ലോ. എന്നിട്ട് അവർ പറയും ശരി ഇനി നമ്മൾ അവിടെ ഇരുന്നിട്ട് കേസ് എടുക്കുമെന്ന് പറയുകയാണെങ്കിൽ ഇവർ കേസ് എടുക്കും. മിനിമം 3-4 മാസം എടുക്കും. 4 മാസം കൊണ്ട് നടക്കൂല. പരിചയത്തിന്റെ അല്ല. ഫേസ്ബുക്ക് ഇവരൊരു റിക്വസ്റ്റ് ഫേസ്ബുക്കിന് അയക്കും. ഫേസ്ബുക്കിന് എത്ര ലക്ഷം കോടി പരാതികളൊക്കെ ഫേസ്ബുക്കിന് വന്ന് കിടക്കുന്നത്. ഫേസ്ബുക്ക് ഈ സാധനം സോർട്ട് ഔട്ട് വരുന്ന സമയം എടുക്കും. അതുകൊണ്ട് 3-4 മാസം കഴിയും ഇതിന് നമ്മൾ കൊടുത്ത ഈ ID ഈ IP അഡ്രസ് ആരുടെ ആണെന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി. അപ്പോഴത്തേക്ക് നമ്മൾ ഈ സാധനമൊക്കെ പോയിട്ടുണ്ടാവും. മനസ്സിലായി അല്ല? ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാനും കൂടെ പോയതാ പരാതി കൊടുക്കാൻ വേണ്ടി. അതായത് കൃത്യമായിട്ട് പറയുന്നത് പോയപ്പോൾ പറഞ്ഞതാ, അതായത് കണ്ടുപിടിക്കാൻ വേറെ നിവൃത്തിയില്ല. ഫേസ്ബുക്ക് നമുക്ക് തരണം, ഫേസ്ബുക്കിന് തോന്നണം ഇത് തരണോ വേണ്ടതെന്ന്. ഫേസ്ബുക്ക് തരാൻ പറ്റില്ല പറഞ്ഞാൽ തരാൻ പറ്റൂല. എങ്ങനെ ചെയ്യാനാ? ഒരു വിദേശ രാജ്യത്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷൻ ഇവിടുന്ന് എന്ത് ചെയ്യാനാ? അന്നില്ല നമ്മുടെ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടിയ അതിക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ഓൾറെഡി സാധനം ചെയ്ത് വെച്ചൊക്കെ ഇരിക്കും. അപ്പോൾ അതാണോ ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് പറയും ഇതൊന്ന് ക്ഷമിച്ച് വിട്ടേക്കാനേ അവർ പറയുള്ളൂ.